കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. Hi dear learners, welcome to IGNO Focus 5.0. IGNO Focus 5.0 ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് MEG 05 MA ഇംഗ്ലീഷിന്റെ MEG 05 എന്ന പേപ്പറാണ്. ലിറ്റററി ക്രിറ്റിസിസം ആൻഡ് തിയറി എന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ IGNO ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. പ്രീവിയസ് ഇയറിൽ നടന്നിട്ടുള്ള IGNO ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിൽ ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക്സ് എന്നിവയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു പ്രസന്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആദ്യമേ സിലബസ് മാപ്പിംഗ്. സിലബസ് മാപ്പിംഗ് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് വൈസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് വൈസ് ആയിട്ട് ടോപ്പിക്സ് ഓരോന്നും നമ്മൾ കവർ ചെയ്യുന്നുണ്ട്, അതിന്റെ റെലവൻസ് നമ്മൾ പറയുന്നുണ്ട്. ഓരോ ബ്ലോക്കിനും എത്ര റെലവൻസ് ആണ്, മീഡിയം ആണോ, ഹൈ ആണോ, ലോ ആണോ എന്നുള്ളത് പറയുന്നുണ്ട്. അതുപോലെ എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാം പാറ്റേൺ നമുക്കറിയാം, ഡിഫറെന്റ് ഫോർമാറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുക. ഷോർട്ട് ആൻസർ ചോദിക്കും, ലോങ് ആൻസർ ചോദിക്കും. അപ്പം ഇതെല്ലാം അനലൈസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂ. റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ. ഇപ്പൊ പ്രീവിയസ് സെഷൻസിൽ നടന്നിട്ടുള്ള, ഇയേഴ്സിൽ നടന്നിട്ടുള്ള ജൂണിലെയും ഡിസംബറിലെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഏറ്റവും കൂടുതൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ നമ്മൾ അതിന് ആ ഒരു പ്രോബബിലിറ്റി നമ്മൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രഡിക്ഷൻ ആണ്, ഇത്ര ശതമാനം വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അടുത്ത ഇനിയിപ്പോ നമ്മൾ എഴുതാൻ പോകുന്ന ഡിസംബർ 2025 എക്സാമിന് അത് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഒരു പ്രഡിക്ഷൻ ആൻഡ് പ്രോബബിലിറ്റി നമ്മൾ പറയുന്നുണ്ട് ടോപ്പിക് വൈസ്. നെക്സ്റ്റ് മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ഒരു പ്രസന്റേഷന്റെ ഏറ്റവും അവസാനമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഈ മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. വരാൻ സാധ്യതയുള്ള ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ടാകും. ആൻഡ് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം. ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും നമുക്ക് ലേൺവൈസ് ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പൊ ഈ ഒരു പ്രസന്റേഷനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ സാധിക്കും. ലേൺവൈസ് ആപ്പിലാണ് ഇതിന്റെ ആൻസേഴ്സ്, മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം ഉണ്ടാകുക. നമുക്ക് ആദ്യം തൊട്ട് നോക്കാം. സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക് വിത്ത് എക്സാം റിലവൻസ്. അപ്പൊ റിലവൻസ്, എത്രത്തോളം പ്രാധാന്യമുണ്ട് ഓരോ ടോപ്പിക്കിനും ഓരോ ബ്ലോക്കിനും എന്നുള്ളത് നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ്. അതെങ്ങനെയാണ് നമ്മൾ റെലവൻസ് കണക്കാക്കുന്നത്, എത്ര തവണ ആ ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ഒരു ടോപ്പിക് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ റെലവൻസ് പറയുന്നത്. ലോ ആണോ, മീഡിയം ആണോ, അല്ലെങ്കിൽ ഹൈ ആണോ എന്നുള്ളത് പറയുന്നത്. സോ ബ്ലോക്ക് 1, an introduction block 1 യൂണിറ്റ് 5 ഇന്ത്യൻ എയ്സ്തെറ്റിക്സ്, ടോപ്പിക് രസ 4 തവണയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. സോ ലോ റെലവൻസ്. again block 1 an introduction യൂണിറ്റ് 5 ഇന്ത്യൻ എയ്സ്തെറ്റിക്സ്, ടോപ്പിക് ധ്വനി 3 times, low relevance. block 1 an introduction യൂണിറ്റ് 5 ഇന്ത്യൻ എയ്സ്തെറ്റിക്സ്, spota and 3 appearance, low relevance. block 1 an introduction യൂണിറ്റ് 5 ഇന്ത്യൻ എയ്സ്തെറ്റിക്സ്, alamkara appearance 1 time, low relevance. block 2 classical criticism unit 2 Plato on imitation and art, topic Plato 6 times ആണ് വന്നിട്ടുള്ളത്, medium relevance. block 2 classical criticism unit 3 Aristotle's theory of imitation, topic Aristotle or mimesis 7 times ആണ്, medium relevance. again block 2 classical criticism unit 4 Aristotle's theory of tragedy 1, topic catharsis or hamartia or opsis 4 തവണ വന്നിട്ടുണ്ട്, low relevance. next is block 3 romantic criticism unit 1 romanticism, topic romanticism 4 times, low relevance. block 3 romantic criticism unit 2 Wordsworth, topic Wordsworth 4 times, low relevance. block 3 romantic criticism unit 3 Coleridge, topic Coleridge 2 times, low relevance. next is block 4 new criticism unit 1 I.A. Richards, topic I.A. Richards or practical criticism 3 times, low relevance. block 4 new criticism unit 2 T.S. Eliot, topic T.S. Eliot 1 time, low relevance. block 4 new criticism unit 4 Ransom and Clonbrooks, topic Clonbrooks or irony 1 time, low relevance.
Block 4, New Criticism, Unit 5, W.K. Wimsatt. Topic, International or Effective Fallacy. 1 time, low relevance. Next, Block 5, Marxist View of Literature, Unit 1, Marxism and Literature. Topic, Marxism or Marxist criticism. 5 times, medium relevance. Block 5, Marxist View of Literature, Unit 3, Superstructures. Topic, Superstructure or Ideology. 4 times, low relevance. Block 5, Marxist View of Literature, Unit 4, Commitment. Topic, Commitment in Literature, 1 time, low relevance. Block 6, Feminist Theories. Unit 1, Features of Feminist Criticism and Topic, Feminist Theory, 6 times, medium relevance. Next, Block 6, again Block 6, Feminist Theories. Unit 2, Wollstonecraft. And topic is Mary Wollstonecraft. Appearance 1 time, low relevance. Again, Block 6, Feminist Theories, Unit 3, Woolf. Topic, Virginia Woolf, A Room of One's Own. Appearance 1 time, low relevance. Block 6, Feminist Theories, Unit 4, D. Beauvoir. Topic, Simon D. Beauvoir, The Second Sex. 3 times, low relevance. Block 6, Feminist Theories, Unit 5, Showalter. Topic, Elaine Showalter, 2 times, low relevance. Next, Block 7, Deconstruction. Unit 2, Beginning, Deconstruction. Topic, Deconstruction, 4 times, low relevance. Block 7, Deconstruction. Unit 3, Implications. Topic, Death of the author or work to text. 4 times, low relevance. Block 8, Contemporary Literary Theory. Unit 2, Postmodernism. Topic, Postmodernism, 1 time, low relevance. Block 8, Contemporary Literary Theory. Unit 3, Psychoanalysis. Topic, Psychoanalysis, Freud or Lacan. 5 times, medium relevance. Block 8, Contemporary Literary Theory. Unit 4, Post-Colonial Theory. Topic, Said, Orientalism, Spivak, Baba. 2 times, low relevance. അപ്പോൾ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ ടോപ്പിക് അനുസരിച്ച് അതിന്റെ റെലവൻസ് എത്ര തവണ അത് വന്നിട്ടുണ്ട് എന്നതിനനുസരിച്ച് നമ്മൾ റെലവൻസ് കാൽക്കുലേറ്റ് ചെയ്തു. മീഡിയം ആണോ, ലോ ആണോ, ഹൈ ആണോ എന്നുള്ളത്. ഒരു ബാർ ചാർട്ടാണ് ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. ഇൻ എക്സ് ആക്സിസ് വി ക്യാൻ സീ ദ ബ്ലോക്സ്. ബ്ലോക്ക് 1 to ബ്ലോക്ക് 8 നമുക്ക് എക്സ് ആക്സിസിൽ കാണാം. ആൻഡ് ഇൻ വൈ ആക്സിസ് വി ക്യാൻ സീ ദ ടോട്ടൽ ക്വസ്റ്റ്യൻസ്, അതായത് കൗണ്ട് ഓഫ് അപ്പിയറൻസ്, എത്ര തവണയാണ് ടേം ആൻഡ് എക്സാം പേപ്പേഴ്സിൽ ഈ ഒരു ബ്ലോക്സ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് വൈ ആക്സിസിൽ കാണിച്ചിരിക്കുന്നത്. ആൻഡ് ദ സെയിം തിങ്, ആ ഒരു അതേ കാര്യം തന്നെയാണ് ഇവിടെ ഒരു ഹീറ്റ് മാപ്പ് സമ്മറി ആയിട്ട് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. ഓക്കെ, ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സിൽ നമ്മൾ അരിസ്റ്റോട്ടിൽ, മിമിസിസ് അത് വരാറുണ്ട്. അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് തിയറി എസ് എ ആയിട്ട് ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആയിട്ടും വരാറുണ്ട്. പിന്നെ പ്ലേറ്റോനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും മൾട്ടിപ്പിൾ ടൈംസ് നമ്മളുടെ ലോങ് ആൻസർ ആയിട്ടും ഷോർട്ട് നോട്ട് ആയിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ്. ഇനി ടോപ്പ് 3 ഹൈ ഈൽഡ് ഷോർട്ട് നോട്ട്സ് കൺസെപ്റ്റ്. ഷോർട്ട് നോട്ട്സ് കൺസെപ്റ്റിൽ വരുന്നത് ഇന്ത്യൻ എസ്തെറ്റിക് ആണ് മെയിൻ ആയിട്ട്. റസാദ്, അനീസ് പട, ഇതാണ് കൂടുതലായിട്ടും റൈറ്റ് ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സെക്ഷനിൽ വരാറുള്ള ടോപ്പ് 3 ഹൈ ഈൽഡ് ഷോർട്ട് നോട്ട് കൺസെപ്റ്റ്സ്. നെക്സ്റ്റ് we are going to discuss the question types. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളുടെ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളത്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഷോർട്ട് നോട്ട് ആണെങ്കിൽ 10 മാർക്കിന് ചോദിക്കും. മിനിമം അല്ലെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ്ലി 200 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ക്വസ്റ്റ്യൻ വരുന്ന പാറ്റേൺ ഇങ്ങനെയായിരിക്കും. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ എനി 2 എന്ന് പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. 20 മാർക്സ്, ഈച്ച് ക്യാരി 1 മാർക്സ്, അങ്ങനെ 20 മാർക്സിലാണ് ഷോർട്ട് നോട്ട്സ് വരിക. ഇനി ലോങ് എസ്സേ 20 മാർക്സിനാണ് വരിക. നമ്മുടെ വേർഡ് കൗണ്ട് എന്ന് പറയുന്നത് 500 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. നമ്മളൊരു സിംഗിൾ കൺസെപ്റ്റിനെ കുറിച്ചിട്ടായിരിക്കും ലോങ് എസ്സേ എഴുതുന്നുണ്ടാകുക. പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, റിച്ചാർഡ്സ്, ഇവരെ കുറിച്ചൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലോങ് ആൻസർ ടൈപ്പിൽ കൂടുതലായിട്ടും ചോദിക്കുന്നത്. ഇനി ഡിസ്കഷൻ എസ്സേ വരുന്നുണ്ട്, അതും 20 മാർക്സിലാണ്. അങ്ങനെ ഡിസ്കഷൻ എസ്സേ എന്ന് പറയുമ്പോൾ ഡിസ്കസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഇലോബറേറ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ഡിസ്കഷൻ എസ്സേസ് എന്ന് പറയുന്നത്. 20 മാർക്സിന് തന്നെയാണ്. 500 വേർഡ്സിൽ നമ്മൾ ആൻസർ എഴുതണം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റൽ അനാലിസിസ് അല്ലെങ്കിൽ ടെക്സ്റ്റിന്റെ എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട്. അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് അനലിറ്റിക്കൽ എസ്സേ. അങ്ങനെ അനലിറ്റിക്കൽ എസ്സേസിലെ ക്വസ്റ്റ്യൻസ് വരെ എങ്ങനെയാണ് ക്രിറ്റിക്കലി അനലൈസ് അല്ലെങ്കിൽ അസസ് അല്ലെങ്കിൽ കമ്പയർ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അതും 20 മാർക്സിന്റെ എസ്സേ തന്നെയായിട്ടാണ് വരുന്നത്. 500 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. ഇനി ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഷോർട്ട് നോട്ട്സ് മോസ്റ്റ് ഫ്രീക്വന്റ്ലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 200 വേർഡ്സിലാണ് ആൻസർ എഴുതേണ്ടത്.
അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിഫൈൻ ദ ടേം രസ, ധ്വനി, ഹമാഷ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ഷോർട്ട് നോട്ട്സിൽ കറക്റ്റായിട്ട് വളരെ ഷോർട്ടായിട്ടാണ് എഴുതേണ്ടത്. എന്നാൽ പോലും കറക്റ്റായിട്ടുള്ള എല്ലാ കോണ്ടന്റും അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. 10 മാർക്കിനാണ് ചോദിക്കുക. ഓരോ ക്വസ്റ്റിനും 10 മാർക്കാണ് ഉണ്ടാവുക. ടോട്ടൽ 20 മാർക്സ്. ഈച്ച് ക്യാരി 10 മാർക്സ്. ദെൻ 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 2 ക്വസ്റ്റ്യൻസിനാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. അപ്പൊ 2 into 10 20 ആണ് ഈ ഒരു ഷോർട്ട് നോട്ടിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. ദെൻ ലോങ് എസ്സേ വരുന്ന സമയത്ത് 500 വേർഡ്സിലാണ് നമ്മൾ ആൻസർ എഴുതേണ്ടത്. 20 മാർക്സിനായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. വിച്ച് മീൻസ് ആ ഒരു ആൻസർ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ടെക്സ്റ്റിലെ കുറെ എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം അത് നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഇനി ഡിസ്കഷൻ ടൈപ്പ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്കഷൻ ടൈപ്പ്, ഡിസ്കസ്, എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ ഇലോബറേറ്റ് എന്ന് പറഞ്ഞ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിലൊക്കെ കറക്റ്റ് ആയിട്ട് ഇപ്പോൾ ഡിസ്കസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ക്ലാസിസിസം ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ എഴുതണം. 500 വേർഡ്സിലാണ് എഴുതേണ്ടത്. 20 മാർക്സ് ആണ് വരുന്നത്. ആൻഡ് അനലറ്റിക്കൽ എസ്സേസ് ഈ പറഞ്ഞ പോലെ തന്നെ ക്രിറ്റിക്കലി അനലൈസ് അല്ലെങ്കിൽ കമ്പയർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതും ഇതുപോലെ 20 മാർക്സിനാണ് വരിക. എവിഡൻസസും അതുപോലെ തന്നെ ടെക്സ്റ്റൽ ആയിട്ടുള്ള എവിഡൻസസും അതുപോലെ എക്സാമ്പിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാൻ. 20 മാർക്സ് എസ്സേ ടൈപ്പ് തന്നെയാണ് വരിക. 500 വേർഡ്സിൽ ആൻസർ എഴുതണം. ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഓരോ ബ്ലോക്കിന്റെയും ആവറേജ് മാർക്സ് പെർ പേപ്പർ, ലാസ്റ്റ് കഴിഞ്ഞിട്ടുള്ള പേപ്പേഴ്സ്, ലാസ്റ്റ് കഴിഞ്ഞ 5 സെഷൻസിലെ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് ആവറേജ് മാർക്സ് പെർ പേപ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ നമ്മൾ ബ്ലോക്ക് വൈസ് ആണ് നോക്കുന്നത്. ബ്ലോക്ക് 3 റൊമാൻറ്റിക് ക്രിറ്റിസിസം 20, ടോട്ടൽ പെർസെൻറ്റേജ് ഷെയർ 20%. ബ്ലോക്ക് 4 ന്യൂ ക്രിറ്റിസിസം 20%. ബ്ലോക്ക് 5 മാർക്സിസ്റ്റ് വ്യൂ ഓഫ് ലിറ്ററേച്ചർ 20%. Block 6 feminist theory 17%. Block 8 contemporary literary theory 16%. Block 2 classical criticism 14%. Unmapped or general 14%. Then block 7 deconstruction 11%. Block 1 and introduction 8%. ഇപ്പൊ നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷനിലൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ജൂൺ 2021 ടു ജൂൺ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അനലൈസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഷോർട്ട് നോട്ട്സ് റിമെയിൻ, ഇവിടെ നമുക്ക് നോക്കുന്ന സമയത്ത് ഷോർട്ട് നോട്ട്സ് അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ട് ഒരു 20% തന്നെയാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ആൻഡ് അനലറ്റിക്കൽ ഫ്രേസിംഗ് ഇവിടെ ഇപ്പം നമ്മൾ ഈ ഒരു പിക്ചറിന് അല്ലെങ്കിൽ ഈ ഒരു വിഷ്വലൈസേഷന്റെ ബേസിലാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഷോർട്ട് നോട്ട്സ് 20% ആയിട്ട് തന്നെ റിമെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കി 80% ആണ് നമ്മുടെ ലോങ് ആൻസർ ഡിസ്കഷൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അനലറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസിലും ഒക്കെ വന്നിട്ടുള്ളത്. ആൻഡ് അനലറ്റിക്കൽ ഫ്രേസസ് ഗെയിൻസ് ഗ്രൗണ്ട് ഫ്രം ഡിസംബർ 2022 ഓൺവേർഡ്സ് ചെറുതായിട്ട് ഇതുപോലെ തന്നെ അനലറ്റിക്കൽ എസ്സേസും വന്നു തുടങ്ങിയിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് എംഫസിസ് സ്റ്റേസ് ക്ലാസിക്കൽ പ്ലസ് ഫെമിനിസ്റ്റ് സെന്റേർഡ്, അതായത് പ്ലേറ്റോ അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും ഷോർട്ട് നോട്ടിന്റെ ഭാഗത്തും ഒക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? നമുക്കറിയാം 3 hour എക്സാം ആണ്, 180 minutes ആൻഡ് 100 മാർക്സ്. ഷോർട്ട് നോട്ട്സ് 20 മാർക്സ് ആണ് വരിക. 35 to 40 മിനിറ്റ്സിൽ നമ്മൾ ആൻസർ എഴുതണം, ഇൻക്ലൂഡിങ് 5 minute പ്ലാനിങ്. ആൻഡ് ദെൻ 30 to 32 minutes per essay. 20 മാർക്സ് എസ്സേസ് നമുക്ക് വരും. സോ 30 to 32 മിനിറ്റ്സ് ആണ് ഓരോ എസ്സേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. ആൻഡ് ഏറ്റവും അവസാനം ഒരു 10 minute നമ്മൾ റിസർവ് ചെയ്ത് വെക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് കഴിഞ്ഞാലും ഇതിലെന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ, നമുക്ക് ഇനി എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടോ എന്നുള്ളതെല്ലാം വായിച്ചു നോക്കാനായിട്ട് ഒരു 10 minutes കൂടി നമ്മൾ വെക്കേണ്ടതുണ്ട്, റിസർവ് ചെയ്ത് വെക്കേണ്ടതുണ്ട് ആൻസേഴ്സ് എഴുതില്ല. അപ്പോൾ ആ രീതിയിൽ വേണം നമ്മൾ ഈ 3 മണിക്കൂറിന് പ്ലാൻ ചെയ്യാനായിട്ട്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി അല്ലെങ്കിൽ PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായി എത്രയും പെട്ടെന്ന് തന്നെ ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് അവിടെ കാണാനാകും. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. Then top 10 recurring questions. ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും top 10 recurring questions ആൻഡ് അത് എത്ര തവണ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുണ്ട് എന്നുള്ളത്.
ടോപ്പ് 10 റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ഫസ്റ്റ് വൺ ഈസ് ഔട്ട്ലൈൻ കോർ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം, വോൾസൺക്രാഫ്റ്റ്, വൂൾഫ്, ഡിബിവോയർ ആൻഡ് ഷൊവാൾട്ടർ. 10 ടൈംസ് ആണ് വന്നിട്ടുള്ളത്. Then second one, write short notes, Rasa, Dhwani, Spota, Ostia and Shruti. 9 times ആണ് വന്നിട്ടുള്ളത്. Then third one is assess deconstruction and simplification, Barthes death of the author from works to text. 8 times ആണ് വന്നിട്ടുള്ളത്. Then fourth one, discuss Plato's critic of poetry or artists and ideal state. 5 times, 5 times ആണ് വന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. Then fifth one is explain psychoanalysis in literary study, Freud and Lacan, desire lag, the unconscious. 5 times ആണ് ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ വന്നിട്ടുള്ളത്. Then sixth one, explain T.S. Eliot's critical position, tradition, objective correlation, dissociation. 4 times ആണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ളത്. Then seventh one, how do Marx or Engels understand literature, base, superstructure, ideology, commitment. 4 times ആണ് വന്നിട്ടുള്ളത്. Then eighth one, identify key principles in I.A. Richards or practical criticism. Include stock responses. 4 times ആണ് വന്നിട്ടുള്ളത്. Sorry, ninth one is analyze Aristotle's account of tragedy, hamartia, catharsis, opsis. 3 times ആണ് വന്നിട്ടുള്ളത്. And 10th one is evaluate Wordsworth's theory of poetic language or subjectivity, the poet and the common man. 3 times ആണ് വന്നിട്ടുള്ളത്. ഇതാണ് ടോപ്പ് 10 റിപ്പീറ്റഡ് അല്ലെങ്കിൽ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി ഓരോ ക്വസ്റ്റ്യൻസും ഏത് ബ്ലോക്ക്, ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യനും ഏത് ബ്ലോക്കിൽ നിന്നാണ്, ഏത് യൂണിറ്റിൽ നിന്നാണ്, എത്ര തവണ വന്നിട്ടുണ്ട് ആൻഡ് ആവറേജ് മാർക്സ് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോ ഔട്ട്ലൈൻ കോർ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം, വോൾസൺക്രാഫ്റ്റ്, വൂൾഫ്, ഡിബിവോയർ ആൻഡ് ഷൊവാൾട്ടർ എന്ന് പറയുന്നത് ബ്ലോക്സിസ് ഫെമിനിസ്റ്റ് തിയറീസ് എന്ന് പറയുന്നതിലാണ്. യൂണിറ്റ് 1 5, അപ്പിയറൻസ് 10 times, average mark 17.6. Next is write short note, Reza, Dhwani, Spoda, Ostia and Shruti എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷനിൽ വരുന്നതാണ്. യൂണിറ്റ് 5 ഇന്ത്യൻ എസ്തെറ്റിക്, അപ്പിയറൻസ് 9 ആൻഡ് ആവറേജ് മാർക്സ് 8. Then assess deconstruction and its implication, Barthes death of the author from work to text, block 7 deconstruction വരുന്നതാണ്. യൂണിറ്റ് 2 3, appearance 8 and average mark 14. Then discuss Plato's critic of poetry, artist and ideal state, block 2 classical criticism, unit 2 Plato on imitation and art. 5 times വന്നിട്ടുള്ളത്. average mark 17.6. Next, explain psychoanalysis in literary studies, Freud or Lacan, desire or lag, the unconscious, block 8 contemporary literary theory, unit 3 psychoanalysis. 5 times ആണ് വന്നിട്ടുള്ളത്. 17.6 average marks. Then explain Aristotle's theory of mimesis, mythos and ethos, poetics, block 2 classical criticismത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. യൂണിറ്റ് 3 Aristotle's theory of imitation. 4 times ആണ്, average mark 14. Next is how do Marx or Engels understand literature, base or superstructure, ideology, commitment, block 5 Marxist view of literature, unit 1 4 നിന്നാണ് വന്നിട്ടുള്ളത്. 4 times ആണ് ചോദിച്ചിട്ടുള്ളത് and 20 marks ആണ് average. Next, identify key principles in I.A. Richards or practical criticism, include stock responses, block 4 new criticism, unit 1 I.A. Richards. 4 times ആണ് വന്നിട്ടുള്ളത്. 20 marks ആണ് average. Next, analyze Aristotle's account of tragedy, hamartia, catharsis, opsis, block 2 classical criticism, unit 4 5 Aristotle's theory of tragedy. 3 times ആണ് വന്നിട്ടുള്ളത്. average mark is 8. Next, evaluates Wordsworth's theory of poetic language, subjectivity, the poet and the common man. ബ്ലോക്ക് 3 റൊമാൻറ്റിക് ക്രിറ്റിസിസത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് ആൻഡ് യൂണിറ്റ് 2 വേർഡ്സ്വർത്ത് എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്നാണ് വന്നിട്ടുള്ളത്. 3 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 മാർക്സ് ആണ് ആവറേജ്. നമ്മൾ ആ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഒരു പൈ ചാർട്ടിന്റെ രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. ഒരു റെപ്രസെന്റേഷനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പൈ ചാർട്ടിന്റെ റെപ്രസെന്റേഷനിൽ നമ്മൾ ആ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ടോപ്പ് 10 ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല രീതിയിൽ ആവർത്തിച്ച് വായിച്ച് അല്ലെങ്കിൽ എഴുതി തന്നെ പഠിക്കേണ്ടതുണ്ട്. ഫോർ ഈച്ച് ക്വസ്റ്റ്യൻ ഔട്ട്ലൈൻ ഇൻ 5 minutes ആൻഡ് റൈറ്റ് ഇൻ 12 to 15 minutes. ഒരു ഔട്ട്ലൈൻ നമ്മൾ 5 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കിയിട്ട് 12 തൊട്ട് 15 മിനിറ്റ് വരെ എഴുതി തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നെക്സ്റ്റ് നമ്മൾ എസ്സേസ് എല്ലാം ഇപ്പം ഫോർ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 20 മാർക്സിനൊക്കെ ഉള്ള എസ്സേസ് എല്ലാം ഇപ്പോൾ നമുക്കറിയാം 500 വേർഡ്സിലാണ് എഴുതേണ്ടത്. അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ആൻസർ നമ്മൾ മുന്നേ തയ്യാറാക്കി പഠിച്ചു പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സിനാണെങ്കിലും ഒരു 10 മാർക്കിനാണ് ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്രിസ്പ് ആയിട്ടുള്ള ഡെഫിനേഷൻ, ഒരു എക്സാമ്പിൾ, ഒരു ഇംപ്ലിക്കേഷൻ, ഈ രീതിയിൽ നമ്മളൊരു എസ്സേ എഴുതി ആൻസർ എഴുതി തയ്യാറാക്കി അത് വായിച്ച് നന്നായിട്ട് റിവൈസ് ചെയ്തിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. അതുപോലെ തന്നെ
ഹമാഷ്യ എന്ന് പറയുന്ന ബ്ലോക്ക് 2, അരിസ്റ്റോട്ടലിന്റെ അതുപോലെ തന്നെ രസാധ്വനി ബ്ലോക്ക് 1, എന്തിന് എസ്തെറ്റിക്സ്, ഇതെല്ലാം നല്ല രീതിയിൽ കവർ ചെയ്ത് വേണം നമ്മൾ പോകാനായിട്ട്. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ. ഇപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ ഫസ്റ്റ് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രസന്റേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണിത്. അതായത് ഓരോ ബ്ലോക്കും എത്ര ശതമാനം വരാൻ സാധ്യതയുണ്ട്, ഇനി നമുക്ക് ഡിസംബർ ടേം ആൻഡ് എക്സാമിൽ എത്ര ശതമാനം വരാൻ സാധ്യതയുണ്ട് ഈ ഒരു ടോപ്പിക് എന്നതിന്റെ ഒരു ടോപ്പിക് പ്രോബബിലിറ്റി ആണ് പറയുന്നത്. ആൻഡ് അതിനനുസരിച്ച് നമ്മൾ ഹൈ ആണോ ലോ ആണോ മീഡിയം ആണോ എന്ന് പറയുന്നുണ്ട്. So Block 6 Feminist Theories Unit 1-5 Topic Feminist Criticism Wollstonecraft Wolf D. Beauvoir Walter. ഈ ഒരു ടോപ്പിക് 77.8% വരാൻ സാധ്യതയുണ്ട്. ഹൈ കാറ്റഗറിയാണ്. 70 അബവ് എല്ലാം നമ്മൾ ഹൈ കാറ്റഗറി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മീഡിയം എന്ന് പറയുമ്പോൾ 40 to 69% മീഡിയം കാറ്റഗറി. ലോ എന്ന് പറയുമ്പോൾ ബിലോ 40%. Next, coming to Block 7 Deconstruction Unit 2-3 Deconstruction or Death of the Author from Work to Text 77.8% probability, high category. Block 2 Classical Criticism Unit 2 Plato on Imitation and Art. Topic Plato or Ideal State of Poets, 55.6% medium relevance. Block 8 Contemporary Literary Theory Unit 3 Psychoanalysis or Freud or Lacan, 55.6% probability and medium relevance. Next is Block 1 and Introduction Unit 5 Indian Aesthetic, topic Rasa, 44.4% medium relevance. Next, Block 2 Classical Criticism Unit 3 Aristotle's Theory of Imitation, topic Aristotle or Mimesis or Mythos or Ethos, 44.4% medium relevance. Block 4 New Criticism Unit 1 IA Richards or Practical Criticism topic, 44.4% medium relevance. Next, Block 1 and Introduction Unit 5 Indian Aesthetic, topic Dhwani, 33.3% low relevance. Next, Block 1 and Introduction Unit 5 Indian Aesthetics Pota, 33.3% low relevance. Next, Block 2 Classical Criticism Unit 4-5 Aristotle's Theory of Tragedy, topic Hamartia or Catharsis or Opsis, 33.3% low relevance. Next, Block 3 Romantic Criticism Unit 2 Wordsworth, topic Wordsworth or Poetic Diction, 33.3% low relevance. Next, Block 5 Marxist View of Literature Unit 1-4, topic Marxism or Ideology or Superstructure, 33.3% low relevance. Block 3 Romantic Criticism Unit 3 Coleridge, topic Coleridge or Imitation, 22.2% low relevance. Next, Block 8 Contemporary Literary Theory Unit 4 Postcolonial Theory, topic Postcolonial Orientalism or Sith, 11.1% low relevance. അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും ബേസിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇപ്പൊ ഹൈ റിലവൻസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ, അതായത് ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം, വോൾസൺക്രാഫ്റ്റ്, വിർജീനിയ വൂൾഫ്, ഡേ ബിവോയർ, സെമൻ ഡി ബിവോയർ, ഷോൾട്ട്, എലൈൻ ഷോ വാൾട്ടർ, ഇതൊക്കെ 9 പേപ്പേഴ്സിൽ 7 പേപ്പേഴ്സിലും വന്നിട്ടുണ്ട്. സോ 7 ഔട്ട് ഓഫ് 9 പേപ്പേഴ്സ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ഇറ്റ് ഇസ് ഹൈ റിലവൻസ് എന്ന് പറയുന്നത് H1 എന്ന് പറഞ്ഞിട്ടുള്ളത്. H2 അല്ലെങ്കിൽ ഹൈ റിലവൻസ് 2 എന്ന് പറയുന്ന ഡീകൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഡെത്ത് ഓഫ് ദ ഓതർ ഫ്രം വർക്ക് ടു ടെക്സ്റ്റ് എന്ന് പറയുന്നത് 7 ഔട്ട് ഓഫ് 9 പേപ്പേഴ്സിൽ വന്നിട്ടുണ്ട്. ദെൻ മീഡിയം റെലവൻസിൽ വന്നിട്ടുള്ളതാണ് പ്ലേറ്റോ ഓർ ഐഡിയൽ സ്റ്റേറ്റ് ഓഫ് പോയറ്റ്സ് എന്ന് പറയുന്നത്. ഇറ്റ് അപ്പിയേർഡ് ഇൻ 5 ഔട്ട് ഓഫ് 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. ദെൻ മീഡിയം റെലവൻസിൽ തന്നെ വന്നിട്ടുള്ളതാണ് സൈക്കോ അനാലിസിസ്, ഫ്രോയിഡ് ഓർ ലക്കാൻ, അപ്പിയേർഡ് ഇൻ 5 ഔട്ട് ഓഫ് 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അഗെയിൻ മീഡിയം റെലവൻസിൽ വന്നിട്ടുള്ളതാണ് റെസ ക്ലാസിക്കൽ ഇന്ത്യൻ എസ്തെറ്റിക്സ്, അപ്പിയേർഡ് ഇൻ 4 ഔട്ട് ഓഫ് 9 പേപ്പേഴ്സ്. Again, medium relevance lo vannittula oru question aanu Aristotle or Mimesis, Imitation or Mythos and Ethos. It appeared in 4 out of 9 papers. Then again, medium relevance lo vannittulladana I.A. Richards or Practical Criticism including stock responses ennu parayunnathu appeared in 4 out of 9 papers. നമ്മൾ ഹൈ റിലവൻസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 70% പ്രോബബിലിറ്റി വരുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം, ഡീകൺസ്ട്രക്ഷൻ ഓർ ഡെത്ത് ഓഫ് ദ ഓതർ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മളൊരു ഡെഫിനിഷനും അതുപോലെ തന്നെ 2 എക്സാമ്പിൾസും കോഡ്സും ഒക്കെ നമ്മൾ വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. പഠിക്കുന്ന സമയത്ത് നമുക്ക് ടീച്ച് ബാക്ക് ടെക്നിക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മളൊരു ഫ്രണ്ടിനെ പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ നമുക്ക് പഠിക്കാം. അതുപോലെ തന്നെ ഫ്ലാഷ് കാർഡ്സ് എല്ലാം യൂസ് ചെയ്യാം. അതായത് ഡെഫിനിഷൻസിന് വേണ്ടി ഫ്ലാഷ് കാർഡ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഹൈ പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസും ടോപ്പിക്സും നമുക്ക് പഠിക്കാം. മീഡിയം റെലവൻസിൽ വരുമ്പോൾ പ്ലേറ്റോന്റെ സൈക്കോ അനാലിസിസ് അല്ലെങ്കിൽ അരിസ്റ്റോട്ടിൽ ഓർ മിമെസിസ് അല്ലെങ്കിൽ I.A. റിച്ചാർഡ്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ വരുന്ന സമയത്ത് ഒരു കൺസെപ്റ്റ്
കൺസെപ്റ്റ്, ഡെഫിനേഷൻ, എക്സാമ്പിൾ എന്നുള്ള ക്രിട്ടിക് എന്നുള്ള രീതിയിൽ ഒരു 1 പേജ് ആൻസർ നമുക്ക് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ട് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാം. ഔട്ട്ലൈൻ ഒരു 5 മിനിറ്റ്സിൽ തയ്യാറാക്കുക. അതുപോലെ തന്നെ 12 to 15 മിനിറ്റ്സിൽ എഴുതി നല്ല രീതിയിൽ നമ്മൾ വായിച്ച് പഠിക്കണം. മോസ്റ്റ്ലി 20 മാർക്സിന്റെ എസ്സേ ഒക്കെ ആണെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ അത് പഠിക്കേണ്ടതുണ്ട്. ദെൻ ലോ റെലവൻസ്, കമ്പാരിറ്റീവ്ലി ലെസ് ദാൻ 40% പ്രോബബിലിറ്റി വരുന്ന ലോ റെലവൻസ് ക്വസ്റ്റ്യൻസ് ആണ് വേർഡ്സ്വർത്ത് അല്ലെങ്കിൽ കോൾറിഡ്ജ്, മാർക്സിസം ഓർ ഐഡിയോളജി ഓർ സൂപ്പർ സ്ട്രക്ചർ, ദെൻ പോസ്റ്റ് കൊളോണിയൽ ഓർ ഓറിയന്റലിസം, ഇന്ത്യൻ എസ്തെറ്റിക്സ്, മൈക്രോ ടോപ്പിക്സ് ലൈക്ക് ശ്രുതി, ഔചിത്യ, ഇങ്ങനെയുള്ള ഔചിത്യ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഒരു സ്പേസ്ഡ് റിവ്യൂ, നമ്മൾ ഷോർട്ട് നോട്ട് ആയിട്ട് എക്സാമ്പിൾസ് 1 ക്ലാസിക്കൽ എക്സാമ്പിൾ കൊടുത്തിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ആയിട്ടും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ സാധ്യതയില്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ നോർമൽ ഇഗ്നോ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ഡിസംബർ 2025 നിങ്ങളുടെ വരാൻ പോകുന്ന എക്സാമിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ടൈം 3 hours ആണ്. മാക്സിമം മാർക്സ് 100 ആണ്. നമുക്കറിയാലോ. ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കില്ല കേട്ടോ, പക്ഷെ ഇത് നമുക്കൊരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്, വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ഷോർട്ട് നോട്ട്സ് സെക്ഷൻ എ നമുക്കറിയാം, സെക്ഷൻ എ, സെക്ഷൻ ബി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഇതിൽ വരുന്നുണ്ടാവുക. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് കമ്പൽസറി ആയിട്ട് എഴുതേണ്ടത് ഏതാണ്, പിന്നെ അതുപോലെ തന്നെ അറ്റംപ്റ്റ് എനി 4 എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരിക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ കമ്പൽസറി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് നോട്ട്സ് 10 into 2 20 മാർക്സ്. നമ്മൾ ഇതിൽ ഷോർട്ട് നോട്ട്സ് ഓൺ എനി 2 ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതേണ്ടത്. 200 വേർഡ്സിലാണ് എഴുതേണ്ടത്. ഈച്ച് ക്യാരി 10 മാർക്സ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ രസ എന്ന് പറയുന്നത് ബ്ലോക്ക് 1 ആൻഡ് ഇൻട്രൊഡക്ഷൻ യൂണിറ്റ് 5 ഇന്ത്യൻ എസ്തെറ്റിക്സിൽ വരുന്ന ടോപ്പിക് ആണ്. ധ്വനി എന്ന് പറയുന്നതും സെയിം ടോപ്പിക് തന്നെ, സെയിം ബ്ലോക്കിൽ നിന്ന് വരുന്ന സെയിം ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഹമാർഷ്യ എന്ന് പറയുന്നത് ബ്ലോക്ക് 2 ക്ലാസിക്കൽ ക്രിറ്റിസിസം യൂണിറ്റ് 4 അരിസ്റ്റോട്ടലിന്റെ തിയറി ഓഫ് ട്രാജഡിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ ഹമാർഷ്യ. അടുത്തത് ഡെത്ത് ഓഫ് ദ ഓതർ എന്ന് പറയുന്നത് ബ്ലോക്ക് 7 ഡീകൺസ്ട്രക്ഷൻ യൂണിറ്റ് 3 ഇംപ്ലിക്കേഷൻസിൽ വരുന്നതാണ്. ആൻഡ് ഈ ഓറിയന്റലിസം ബ്ലോക്ക് 8 കണ്ടംപററി ലിറ്റററി തിയറി യൂണിറ്റ് 4 പോസ്റ്റ് കൊളോണിയൽ തിയറി എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഷോർട്ട് നോട്ട് ആയിട്ട് എഴുതേണ്ടത്. ഈച്ച് ക്യാരി 10 മാർക്ക്. അങ്ങനെ ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമുക്ക് 20 മാർക്സ് ആണ് കിട്ടുക. ഇനി വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 2 തൊട്ട് വരുന്നതിൽ നമുക്ക് ഏതെങ്കിലും 4 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഈച്ച് ക്യാരി 20 മാർക്സ്. ആൻഡ് സോ ഈ ഒരു സെക്ഷൻ നമുക്ക് ടോട്ടൽ 80 മാർക്സ് കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഹൗ പ്ലേറ്റോ പൊസിഷൻ പോയട്രി ഇൻ റിലേഷൻ ടു ട്രൂത്ത് ആൻഡ് സിവിക് ഓർഡർ ആൻഡ് എക്സാമിൻ ദ ഇംപ്ലിക്കേഷൻ ഓഫ് ദിസ് സ്റ്റാൻസ ഓഫ് 4 ലിറ്റററി ഇവാലുവേഷൻ. ഇത് ബ്ലോക്ക് 2 ക്ലാസിക്കൽ ക്രിറ്റിസിസം യൂണിറ്റ് 2 പ്ലേറ്റോ ഓൺ ഇമിറ്റേഷൻ ആൻഡ് ആർട്ടിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് ഓരോ ക്വസ്റ്റ്യനും ഇവിടെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, ബ്ലോക്ക് യൂണിറ്റ് വൈസ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും ക്വസ്റ്റ്യൻസിൽ നിന്നും നമുക്ക് എനി 4 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഈ ഒരു ഭാഗത്ത് നിന്ന് 80 കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യന് നമ്മൾ ഷോർട്ട് നോട്ട്സ് ആയിട്ട് വരുന്നതിൽ ഇനി 2 ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഈച്ച് ക്യാരി 10 മാർക്സ്. അങ്ങനെ 20 മാർക്സ്. അങ്ങനെയാണ് നമുക്ക് ഇൻ ടോട്ടൽ 100 മാർക്സ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ നന്നായി വായിച്ചു നോക്കിയിട്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. ഇൻക്ലൂഡ് ഓൾ ദ പോയിന്റ്സ്, നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആൻഡ് ആഫ്റ്റർ റൈറ്റിംഗ് ആൻസേഴ്സ് നമ്മളൊരു 10 to 20 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 to 15 മിനിറ്റ്സ് എങ്കിലും നമ്മളിത് വായിച്ചു നോക്കാനായിട്ട്, നമ്മൾ എഴുതിയ ആൻസേഴ്സ് എല്ലാം ഒന്ന് വായിച്ചു നോക്കാനായിട്ട് സമയം കണ്ടെത്തുക. സോ ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.